പിന്നെ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്താണ്, എങ്ങനെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഇനി അത് ഉപയോഗിച്ച് എങ്ങനെ സെമാൻറ്റിക് റൂൾസിൻ്റെ ഇവാലുവേഷൻ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനേഷനിലെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഡിപ്പെൻഡൻസീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So dependency graphs are the most general technique used to evaluate syntax-directed definition with both synthesized and inherited attribute. അപ്പോൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇനി അതിനുള്ളിൽ നമ്മൾ SDD അല്ലെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനേഷൻസിൽ യൂസ് ചെയ്യുന്ന സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിനെയും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെയും തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള അതിൻ്റെ ഡിപ്പെൻഡൻസീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഡയറക്റ്റഡ് ഗ്രാഫ്. So implementing an SDD consists primarily in finding an order for the evaluation of attributes. അപ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട്സ് നമ്മൾ ഓരോ ഗ്രാമർ സിമ്പിൾസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. ഈ ഓരോ പ്രൊഡക്ഷൻ്റെ കൂടെ സെമാൻറ്റിക് റൂൾസും നമ്മൾ ഡിഫൈൻ ചെയ്യും. പക്ഷേ ഏത് റൂൾസ് എപ്പോഴൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം, ആ ഇവാലുവേഷൻ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് നമ്മൾ എപ്പോഴൊക്കെ കമ്പ്യൂട്ട് ചെയ്യാം, എപ്പോൾ ഏതൊക്കെ ടൈമിലേക്ക് ഏതെല്ലാം വാല്യൂസ് അവൈലബിൾ ആയിരിക്കും, ഇതെല്ലാം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡൻസി ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. So a dependency graph shows the interdependencies among the attributes of various nodes of a parse tree. നമ്മുടെ പാഴ്സ് ട്രീയിലുള്ള നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാമർ സിമ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാമർ സിമ്പിൾസിൻ്റെ ഓരോന്നിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വാല്യൂസ് ഏതെല്ലാമാണ്, ഒരു പെർട്ടിക്കുലർ നോഡിലുള്ള വാല്യൂ വേറെ ഏതൊക്കെ നോഡിലെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡൻസി ഗ്രാഫ് ഉപയോഗിക്കുന്നത്. There is a node for each attribute. അപ്പോൾ ഡിപ്പെൻഡൻസി ഗ്രാഫിൽ ഓരോ നോഡും ഓരോ ആട്രിബ്യൂട്ടിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക, ഓരോ ഗ്രാമർ സിമ്പിളിനെ അല്ല, ഓരോ ആട്രിബ്യൂട്ടിനെ. If attribute B depends on an attribute C, then there is a link from the node for C to the node for B. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, ഡിപ്പെൻഡൻസി ഗ്രാഫിൽ ഓരോ നോഡും ഓരോ ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല ആട്രിബ്യൂട്ട് B ആട്രിബ്യൂട്ട് Cയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സിയിൽ നിന്ന് ബിയിലേക്കായിരിക്കും നമ്മൾ ഡയറക്റ്റഡ് എഡ്ജ് വരയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ സിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബിയുടെ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുക. സോ ഇഫ് ദ ആട്രിബ്യൂട്ട് ബി ഡിപ്പെൻഡ്സ് ഓൺ ആൻ ആട്രിബ്യൂട്ട് സി, then we need to find the semantic rule for C first and then the semantic rule for B. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഡിപ്പെൻഡൻസി എങ്കിൽ സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിയുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിയുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സെമാൻറ്റിക് റൂൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബിയുടെ ആട്രിബ്യൂട്ട് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനുള്ള റൂള് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഷോയിങ് ദ ഇന്റർഡിപ്പെൻഡൻസീസ് എമംഗ് ദ ഇൻഹെറിറ്റഡ് ആൻഡ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ നോഡ്സ് ഇൻ എ പാഴ്സ് ട്രീ. അപ്പോൾ പാഴ്സ് ട്രീയിലെ നോഡ്സിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് അത് സിന്തസൈസ്ഡ് ആവാം ഇൻഹെറിറ്റഡ് ആവാം, ആട്രിബ്യൂട്ട് വാല്യൂസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്റ്റഡ് ഗ്രാഫിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓരോ സെമാൻറ്റിക് റൂളിനെ ഈ ഒരു ഫോമിലോട്ട് ആക്കി റെപ്രസെൻറ്റ് ചെയ്യും. സോ ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് C1 C2 എക്സെട്ര അപ് ടു CK. അപ്പോൾ നമ്മൾ ശരിക്കും ചില പ്രൊഡക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സെമാൻറ്റിക് റൂൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലൊരു പ്രൊസീജിയർ കോൾസ് ചിലപ്പം വരാം. ചില ഐഡൻറ്റിഫയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ടേബിളിലേക്ക് എൻട്രി അപ്ഡേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ പ്രൊസീജിയർ കോൾസ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആ സെമാൻറ്റിക് റൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡമ്മി സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അതിന് നമ്മൾ പ്രോസസ്സിങ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസി ഗ്രാഫിൽ നമുക്ക് ഓരോ ആട്രിബ്യൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം, നോട്ട്സ് വേണം. അപ്പോൾ ഇതുപോലെ പ്രൊസീജിയർ കോൾ വരുമ്പം അവിടെ ഡമ്മി ആയിട്ട് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ നോഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിപ്പെൻഡൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ്. ഫോർ ഈച്ച് നോഡ് n ഇൻ ദ പാഴ്സ് ട്രീ, നമ്മുടെ പാഴ്സ് ട്രീ എടുക്കുക, അതിൽ ഓരോ നോഡ് n എടുക്കുക. ഡു ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് A ഓഫ് ദ ഗ്രാമർ സിമ്പിൾ അറ്റ് n. അപ്പോൾ ആ പറഞ്ഞ നോഡിൽ ആ ഗ്രാമർ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ടോ ഓരോ ആട്രിബ്യൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. സോ ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് A എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പാഴ്സ് ട്രീയിലെ ഓരോ നോഡും എടുക്കുക, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി ഒരു നോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ നോഡിൽ ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് നോക്കുക. ഓരോ ആട്രിബ്യൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യണം, കൺസ്ട്രക്ട് എ നോഡ് ഇൻ ദ ഡിപ്പെൻഡൻസി ഗ്രാഫ് ഫോർ A. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ നോഡ് നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫിൽ ഫോം ചെയ്യുക. അതാണ് ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷൻ. ഇനി സെക്കൻഡ് പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ എഡ്ജുകൾ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഫോർ ഈച്ച് നോഡ് n ഇൻ ദ പാഴ്സ് ട്രീ, അപ്പോൾ പാഴ്സ് ട്രീയിലെ ഓരോ നോഡും എടുക്കുക. ഡു
for each semantic rule b equal to f of c1 c2 etc up to ck associated with the production used at n. അപ്പോൾ നമ്മൾ പാഴ്സ് ട്രീയിലെ ഒരു നോഡ് n കൺസിഡർ ചെയ്തു. ഇനി ആ എന്ന് പറഞ്ഞ നോഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ ഏതാണോ ആ പ്രൊഡക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെമാനിക് റൂളിനെയാണ് നമ്മൾ ഈ റിപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ഈക്വൽ ടു എഫ് ഓഫ് c1 c2 etc up to ck. അപ്പോൾ ഇതാണ് ഈ സെമാൻറ്റിക് റൂളാണ്. ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ യൂസ്ഡ് അറ്റ് n. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത നോഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ ഏതാണോ ആ പ്രൊഡക്ഷനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റൂൾ ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ i ഈക്വൽ ടു 1 to k ഡു കൺസ്ട്രക്ട് ആൻ എഡ്ജ് ഫ്രം ദ നോഡ് ഫോർ ci ടു ദ നോഡ് ഫോർ b. അപ്പോൾ ഈ റൂളിൻ്റെ മീനിങ് എന്താണ്? ഈ c1 c2 എക്സെട്ര അപ് ടു ckനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബിയുടെ ആട്രിബ്യൂട്ട് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ എഡ്ജസ് വരയ്ക്കുന്നത് എവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആയിരിക്കണം? സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിയുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. സോ ഓരോ സിയിൽ നിന്നും ബിയിലേക്ക് നമ്മളൊരു എഡ്ജ് വരയ്ക്കുക. സോ കൺസ്ട്രക്ട് ആൻ എഡ്ജ് ഫ്രം ദ നോഡ് ഫോർ ci ടു ദി നോഡ് ഫോർ ബി. അപ്പോൾ c1ൽ നിന്ന് ബിയിലേക്ക്, c2ൽ നിന്ന് ബിയിലേക്ക്, c3ൽ നിന്ന് ബിയിലേക്ക്, അങ്ങനെ ഫോർ ഈച്ച് ci. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ പാഴ്സ് ട്രീയിലെ ഓരോ നോഡും എടുക്കുക, ആ ഓരോ നോഡിലുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, ആട്രിബ്യൂട്ട്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പെൻഡൻസി ഗ്രാഫിലെ നോട്ട്സ്. ഇനി ഓരോ നോഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആട്രിബ്യൂട്ട് വാല്യൂ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിയുടെ വാല്യൂ c1നും c2നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ c1ൽ നിന്ന് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെയർ തമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്യുക. അപ്പോൾ c1നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിയുടെ വാല്യൂ എങ്കിൽ c1ൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ്. അതുപോലെ c2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിയുടെ വാല്യൂ എങ്കിൽ c2ൽ നിന്ന് ബിയിലേക്കൊരു എഡ്ജ്. അങ്ങനെയായിരിക്കും ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രൊഡക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇ ഗിവിങ് e1 പ്ലസ് e2. അതിൻ്റെ കറസ്പോണ്ടിങ് സെമാനിക് റൂളാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. ഇ ഡോട്ട് വാൽ ഈക്വൽ ടു e1 ഡോട്ട് വാൽ പ്ലസ് e2 ഡോട്ട് വാൽ. അപ്പോൾ മൂന്നിടത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഒറ്റ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് മാത്രമാണ് VAL എന്ന് പറഞ്ഞ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ഓരോ നോഡും ഓരോ ആട്രിബ്യൂട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇക്കും e1നും e2നും സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ നോഡ് നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫിൽ ഫോം ചെയ്യും. അതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഡോട്ടഡ് ലൈനിൽ കാണുന്ന നമ്മളുടെ പാഴ്സ് ട്രീ ആണ് ഇ ഗിവിങ് e1 പ്ലസ് e2. അപ്പോൾ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പാഴ്സ് ട്രീ. ഇനി നെക്സ്റ്റ് ഈ കാണുന്ന ഈ ഡോട്ട്, ഇപ്പോൾ e1 എന്ന് പറഞ്ഞ നോഡിൻ്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന് വേണ്ടിയുള്ള നോഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ e1ൻ്റെ ആട്രിബ്യൂട്ടിന് വേണ്ടിയുള്ള നോഡാണ് ഇത് e1 ഡോട്ട് വാൽ. ഇനി ഇയുടെ ആട്രിബ്യൂട്ടിന് വേണ്ടിയുള്ള നോഡാണ് ഈ കാണുന്നത് ഈ ഡോട്ട് വാലിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു നോഡാണെങ്കിൽ e2ൻ്റെ ആട്രിബ്യൂട്ടിന് വേണ്ടിയുള്ള നോഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 നോഡ്സാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അവർ തമ്മിലുള്ള ഡിപ്പെൻഡൻസി എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ സെമാൻറ്റിക് റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ റൂൾ നോക്കുകയാണെങ്കിൽ ഇ ഡോട്ട് വാൽ ഈക്വൽ ടു e1 ഡോട്ട് വാൽ പ്ലസ് e2 ഡോട്ട് വാൽ. അപ്പോൾ e1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം, അത് കഴിഞ്ഞ് e2ൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂൻ്റെയും കിട്ടണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാലുള്ള നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റൂ? ഇനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയുടെ വാല്യൂ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? e1നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, e2നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ e1നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എഡ്ജ് വരയ്ക്കുമ്പോൾ എവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കണം? e1ൽ നിന്ന് ഇയിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇയുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം e1 ടു ഇ. ഇനി സെയിം ആസ് ദ കേസ് ഫോർ e2. അപ്പോൾ e2ൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയുടെ വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് e2ൽ നിന്നും ഇയിലേക്ക് ഒരു ഡയറക്റ്റഡ് എഡ്ജ്. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇ ഡോട്ട് വാൽ ഈസ് സിന്തസൈസ്ഡ് ഫ്രം e1 ഡോട്ട് വാൽ ആൻഡ് e2 ഡോട്ട് വാൽ. അപ്പോൾ ഈ ഡോട്ട് വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന ഏതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? e1 ഡോട്ട് വാലിനെയും ബേസ് ചെയ്തിട്ടാണ്, e2 ഡോട്ട് വാലിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനെ രണ്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഡയറക്റ്റ് എഡ്ജസ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. So graph has a node for each attribute and an edge to the node for B from the node for C if attribute B depends on attribute C. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. A dot A equal to f of x dot x comma y dot y. A giving x y എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ആണുള്ളത്. ഈ പ്രൊഡക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെമാൻറ്റിക് റൂളാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ എയുടെ ഒരു ആട്രിബ്യൂട്ടാണ് ഈ സ്മോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് യൂസിങ് എ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? എക്സ് ഡോട്ട് എക്സിനെയും വൈ ഡോട്ട് വൈയെയും ബേസ് ചെയ്തിട്ട് അല്ലെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു കമ്പ്യൂട്ടേഷനാണ് ഈ എഫ്. അപ്പോൾ ആ കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ടാണ് ഈ കെ എന്ന് പറഞ്ഞതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്ത് തരാം. സോ ദിസ് ഈസ് ദ റൂൾ ദാറ്റ് ഡിഫൈൻസ് എ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എ ഡോട്ട് എ
that depends on the attributes x dot x and y dot y. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ നോഡും എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു ആട്രിബ്യൂട്ടിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എ ഡോട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത് എക്സ് ഡോട്ട് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത് വൈ ഡോട്ട് വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓരോന്നും ആട്രിബ്യൂട്ടാണ്. ഈ എഡ്ജ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? എഡ്ജ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഈ എ ഡോട്ട് എയുടെ വാല്യൂ എക്സ് ഡോട്ട് എക്സിനെയും വൈ ഡോട്ട് വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ഡോട്ട് എ ഇവിടെയുണ്ട്, എക്സ് ഡോട്ട് എക്സിൽ നിന്നും എ ഡോട്ട് എയിലേക്ക് ഡയറക്റ്റ് എഡ്ജ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സിൽ നിന്ന് എയിലേക്ക് ഒരു ഡയറക്റ്റ് എഡ്ജ്. അതുപോലെ തന്നെ വൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വൈയിൽ നിന്നും എയിലേക്ക് ഒരു ഡയറക്റ്റ് എഡ്ജ്. അതാണ് ഈ റിപ്രസെൻറ്റേഷനിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ എക്സാമ്പിളിൻ്റെ കേസിൽ ഡിപ്പെൻഡൻസി ഗ്രാഫ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഡിക്ലറേഷന് വേണ്ടി, ടൈപ്പ് ഡിക്ലറേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്ന പ്രൊഡക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്സിനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിയൽ, ID1, ID2, ID3 ഈ കറസ്പോണ്ടിങ് ഇൻപുട്ടിനെ അനുസരിച്ചുള്ള പാർട്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ ഇവാലുവേഷൻ എങ്ങനെയാണ് നടന്നത്? നമുക്ക് ഈ ഫസ്റ്റ് ടി ഗിവിങ് റിയൽ എന്ന് പറഞ്ഞ പ്രൊഡക്ഷനാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനിൽ നിന്ന് ടിയുടെ ആട്രിബ്യൂട്ട് വാല്യൂ റിയൽ ആണെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഈ എൽ ഡോട്ട് എൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ് എന്നായിരുന്നു നമ്മളിവിടെ ഉണ്ടായിരുന്ന റൂള്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ നോഡിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ സിബ്ലിംഗ് നോഡായിട്ടുള്ള ടിയുടെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്കുള്ള വാല്യൂ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടിയത്. സോ എൽ ഡോട്ട് എൻ ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ വാല്യൂ ഓഫ് ടി ഡോട്ട് ടൈപ്പ്. അപ്പോൾ അങ്ങനെയാണ് ഈ റിയൽ ഇവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് വാല്യൂ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണത്? ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതാണ് നമുക്കിവിടെ ഡയറക്റ്റ് എഡ്ജ് കാണുന്നത്. കണ്ടോ? ഫ്രം നോട്ട് 4 to 5 ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡയറക്റ്റ് എഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഈ 5ൻ്റെ വാല്യൂ, 5ലുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ഈ 4 എന്ന് പറഞ്ഞ 4ലുള്ള ആട്രിബ്യൂട്ട് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് 5ൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിപ്പെൻഡൻസി ഗ്രാഫ് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണുന്നതല്ല നമ്മുടെ പാർട്സ് ട്രീ ആണ്. സോളിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻസി ഗ്രാഫിലെ എഡ്ജസും. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ ഓരോ എഡ്ജിനും നമ്മൾ ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്യണം. ഇതിൻ്റെ നമ്മൾ നോട്ട്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, ഇത് 3. ഈ 1, 2, 3 നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഓരോ നോഡും ആട്രിബ്യൂട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫയറിൻ്റെ ID1, അതായത് ID1ൻ്റെ എൻട്രി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ID1 ഡോട്ട് എൻട്രി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ID1 ഡോട്ട് എൻട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ ഫസ്റ്റ് ഐഡൻറ്റിഫയറിൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും അത്. അപ്പോൾ ഈ ID1 ഡോട്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടാണിത്. ഇത് ID2 ഡോട്ട് എൻട്രി ആണ് ഈ 2 എന്ന് പറഞ്ഞ നോഡ്. അതുപോലെ ID3 ഡോട്ട് എൻട്രി ആണ് 3 എന്ന് പറഞ്ഞ നോഡ്. നെക്സ്റ്റ് പറഞ്ഞ 4 നോഡ് ഈ കാണുന്ന ടിയുടെ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഇനി 5 എന്ന് പറഞ്ഞ നോഡ് ഇവിടെയുള്ള ഈ എല്ലിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെയാണ് ഈ 5 എന്ന് പറഞ്ഞ നോഡ് റെപ്രസെൻറ്റേഷൻ. ഇനി 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 5ൽ നിന്ന് 6ലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ എൽ ഗിവിങ് എൽ ID ആ പ്രൊഡക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എല്ലിൽ നിന്ന് ഗിവിങ് എൽ ID. അപ്പോൾ ഐഡൻറ്റിഫയർ കാണുമ്പോൾ നമ്മളവിടെ പ്രോസസ്സിങ്ങിൽ നമ്മൾ അഡീഷണലായിട്ട് ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? ആഡ് ടൈപ്പ്. ഈ ഒരു പ്രൊസീജിയർ കോൾ കൂടി നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മളൊരു ഐഡൻറ്റിഫയർ കാണുമ്പോൾ ആ ഐഡൻറ്റിഫയറിൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ കൂടി നമ്മൾ അപ്ഡേഷൻ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെമാൻറ്റിക് റൂളാണ് ഒന്ന് എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ഈ എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് കൂടാണ്ട് ഈ എല്ലിൻ്റെ തന്നെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമ്മൾ എങ്ങോട്ടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും? സിമ്പിൾ ടേബിളിൽ ID3യുടെ ടൈപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി എ പ്രൊസീജിയർ കോൾ. അപ്പോൾ ആഡ് ടൈപ്പ് ID ഡോട്ട് എൻട്രി L ഡോട്ട് ഇൻ. അപ്പോൾ ഇവിടെയുള്ള ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഉപയോഗിച്ച് ഈ ID3യുടെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ ടൈപ്പിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു പ്രൊസീജിയർ കോളാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പ്രൊസീജിയർ കോൾസ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡമ്മി ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡൻസി ഗ്രാഫിൽ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡമ്മി ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ഡമ്മി ആട്രിബ്യൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഈ പ്രൊസീജിയർ കോളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് 1, 2, 3 നോട്ട്സ് എന്ന് പറഞ്ഞത് ഐഡൻറ്റിഫയർ 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും എൻട്രി എന്ന് പറഞ്ഞ പോയിന്റേഴ്സ്. ഈ എൻട്രി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വാല്യൂസ്. അപ്പോൾ എൻട്രി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ കറസ്പോണ്ടിങ് സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്കുള്ള പോയിന്ററിനെയാണ് ആ ആട്രിബ്യൂട്ട് വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇനി 4 എന്ന് പറഞ്ഞാൽ ടിയുടെ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്.
5 എന്ന് പറഞ്ഞാൽ ഈ എല്ലിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ഈ 6 റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും എൽ ഗിവിങ് എൽ കോമ ഐ ഡി ഉപയോഗിക്കുമ്പം സിമ്പിൾ ടേബിളിലേക്ക് ആ ഐഡൻറ്റിഫയറിൻ്റെ ടൈപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നുണ്ട്. ആ പ്രൊസീജിയർ കോളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡമ്മി ആട്രിബ്യൂട്ടാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ 5-ൽ നിന്ന് 6-ലേക്കും 5-ൽ നിന്ന് 7-ലേക്കും നമുക്ക് എഡ്ജസ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എങ്ങനെയാണ് വന്നിരുന്നത്? 4 to 5 ആണ് ഡയറക്ഷൻ. അതിൻ്റെ മീനിങ് എന്താണ്? ഈ എല്ലിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ടിയുടെ ടൈപ്പ് ആട്രിബ്യൂട്ട് വാല്യൂ എന്താണോ അതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തിരുന്നത്. എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ് എന്നായിരുന്നു നമ്മുടെ സിമാൻറ്റിക് റൂള്. അപ്പോൾ ഈ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഈ ടൈപ്പ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റഡ് എഡ്ജ്. നെക്സ്റ്റ് നമ്മൾ 5 നോക്കുകയാണെങ്കിൽ 5-ൽ നിന്ന് 2 എഡ്ജസ് ഉണ്ട്. ഒന്ന് 7-ലേക്കും ഒന്ന് 6-ലേക്കും. അപ്പോൾ 5-ൽ നിന്ന് 6-ലേക്കുള്ളതിൻ്റെ മീനിങ് എന്തായിരിക്കും? അത് ഈ പ്രൊസീജിയർ കോളാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 5-ൽ നിന്ന് 6-ലേക്കുള്ള എഡ്ജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻപുട്സ് ആണ് 6-ലേക്ക് വന്നേക്കുന്നത്. നോക്കിയേ, ഒന്ന് 5-ൽ നിന്ന് കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ, ഇവിടെ നമ്മൾ ID3യുടെ എൻട്രി. അത് രണ്ടും എന്താണ്? ഈ 2 വാല്യൂസാണ് കാണിച്ചേക്കുന്നത്. ID3 ഡോട്ട് എൻട്രി, ഈ എൽ ഡോട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഹെറിറ്റഡിൽ കിട്ടുന്ന റിയൽ ആണെങ്കിൽ ഈ റിയൽ എന്ന് പറഞ്ഞ ടൈപ്പ് നമ്മൾ എവിടെ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യണം? ID3യുടെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ അപ്ഡേറ്റ് ചെയ്യണം ടൈപ്പായിട്ട്. അപ്പോൾ ആ 5 to 6 ഡയറക്ഷൻ്റെ മീനിങ്ങും ഈ 5-ലുള്ള വാല്യൂ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് 6-ലെ അപ്ഡേഷൻ നടത്തുക, അല്ലേ? ഇവിടെ നമുക്ക് റിയൽ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ റിയൽ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ 6 എന്ന് പറഞ്ഞ ഡമ്മി ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പ്രൊസീജിയർ കോൾ ഉപയോഗിച്ച് സിമ്പിൾ ടേബിളിൽ ID3യുടെ ടൈപ്പ് അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് 5-ൽ നിന്ന് 6-ലേക്ക് എഡ്ജ് വരച്ചേക്കുന്നത്. നെക്സ്റ്റ് 5-ൽ നിന്ന് 7-ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എൽ ഗിവിങ് എൽ കോമ ID റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ പോലെ ഇതേ പ്രൊഡക്ഷൻ ഒരു പ്രാവശ്യം കൂടി യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിൽ 3 ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്. റിയൽ, ID1, ID2, ID3 3 ഉള്ളതുകൊണ്ട് ഇതേ പ്രൊഡക്ഷൻ നമ്മൾ ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എൽ ഗിവിങ് എൽ കോമ ID യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് വാല്യൂ നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുക? ഇതാണ് നമ്മളുടെ റൂള്. എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ഇവിടെയുള്ള ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ തന്നെയായിരിക്കും നമ്മളുടെ താഴെ വരുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ മുകളിൽ നിന്ന് താഴേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 5-ലുള്ള ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും 7-ലുള്ള ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. ഇനി അത് തന്നെയായിരിക്കും 9-ലുള്ള ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. അപ്പോൾ 5-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 7-ലെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. അതുപോലെ 7-ലെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 9 കമ്പ്യൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് 5-ൽ നിന്ന് 7-ലേക്കും 7-നെ ഡിപ്പെൻഡ് ചെയ്ത് 9 കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് 7-ൽ നിന്ന് 9-ലേക്കും എഡ്ജസ് വന്നു. നമ്മളിവിടെ 5 to 6 എഡ്ജ് പറഞ്ഞ പോലെ തന്നെ സിമിലർ കേസാണ് ഈ 7 to 8 എഡ്ജും 9 to 10 എഡ്ജും. അത് രണ്ടും എപ്പോഴായിരിക്കും നമുക്ക് ആവശ്യം വരിക? ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൽ ഗിവിങ് എൽ കോമ ID. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സെമാൻറ്റിക് റൂൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കോപ്പി ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെയും വരും. ഇറ്റ്സ് എ പ്രൊസീജിയർ കോൾ. അപ്പോൾ ഈ പ്രൊസീജിയർ കോളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡമ്മി ആട്രിബ്യൂട്ടാണ് ഈ 8 ആയിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഇൻപുട്സ് വേണ്ടത്? നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയർ 2 ആണ്. അപ്പോൾ ID2ൻ്റെ എൻട്രി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ അതാണ് ഈ ഫസ്റ്റ് പാരാമീറ്റർ. അപ്പോൾ അതും സെക്കൻഡ് പാരാമീറ്റർ എന്തായിരിക്കും? ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ അതാണ് ഈ എൽ ഡോട്ട് ഇൻ. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ID2ൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ പോയി അവിടുത്തെ ടൈപ്പിൻ്റെ വാല്യൂ ഈ കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യും. ഈ സെയിം ആസ് ദ കേസ് ഫോർ 9 to 10. അപ്പോൾ ഇവിടെ 7-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 8 നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്, അല്ലേ? അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ കോളിനെയാണ്. അപ്പോൾ അവിടെ 2 ഇൻപുട്ട്സിൽ ഒന്ന് നമ്മുടെ ID2ൻ്റെ എൻട്രി, സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന എൽ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ അതാണ് ഈ 1ഉം 2. ഈ തേർഡ് കേസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ എൽ ഗിവിങ് ID ആണ്. അതിനും ഉണ്ട് എന്ത്? സിമ്പിൾ ടേബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേ സെയിം പ്രൊസീജിയർ കോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐഡൻറ്റിഫയർ 1ൻ്റെ എൻട്രി ID1 ഡോട്ട് എൻട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്കുള്ള പോയിന്റർ, പിന്നെ ഈ പർട്ടിക്കുലർ നോഡിൽ നിന്ന് കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ, അത് രണ്ടും ഉപയോഗിച്ചായിരിക്കണം നമ്മൾ ഈ കറസ്പോണ്ടിങ് പ്രൊസീജിയർ കോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 10 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് അഗെയിൻ എ ഡമ്മി ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റിങ് ദിസ് പർട്ടിക്കുലർ പ്രൊസീജിയർ കോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ
9ൽ നിന്നും 1ൽ നിന്നും എഡ്ജസ് എങ്ങോട്ടേക്കുണ്ട് 10ലേക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെയും ഇവിടെ നിന്ന് കിട്ടുന്ന എൻട്രി എന്ന് പറഞ്ഞ പോയിന്ററിനെയും ഐഡന്റിഫയർ 1ന്റെ എൻട്രി എന്ന് പറഞ്ഞ പോയിന്ററിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ കോളിലെ വാല്യൂസ് അപ്ഡേഷൻ നടത്തുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് ഈ ഒരു ഫോമിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോട്ട്സിനെ നമ്മൾ നമ്പർ ചെയ്യുക. നമ്പർ ചെയ്യുമ്പോൾ ഈ ഓരോ നോഡും എന്തായിരിക്കണം, ഓരോ ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഇനി ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്ക് നമ്മൾ എഡ്ജ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ 4 to 5 നമ്മളൊരു എഡ്ജ് വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് 5ലുള്ള വാല്യൂ 4ലുള്ള ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സെമാൻറ്റിക് റൂൾ ആഡ് ടൈപ്പ് id ഡോട്ട് എൻട്രി എൽ ഡോട്ട് ഇൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഈ എൽ പ്രൊഡക്ഷൻ്റെ കൂടെയും ഈ എൽ പ്രൊഡക്ഷൻ്റെ കൂടെയും ഈ എൽ പ്രൊഡക്ഷൻ്റെ കൂടെയും നമ്മൾ ആ കറസ്പോണ്ടിങ് റൂൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ കോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ലെറ്റ്സ് ടു ദ ക്രിയേഷൻ ഓഫ് എ ഡമ്മി ആട്രിബ്യൂട്ട്. അതാണ് 6, 8, 10 എന്ന് പറയുന്നതെല്ലാം ഡമ്മി ആട്രിബ്യൂട്ട്സ് ആണ്. നമ്മൾ ഓരോ പ്രൊസീജിയർ കോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പെൻഡൻസി ഗ്രാഫിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡമ്മി ആട്രിബ്യൂട്ട്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിപ്പെൻഡൻസി ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഇനി അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ആട്രിബ്യൂട്ടിൻ്റെ ഇവാലുവേഷൻ ഓർഡർ, അല്ലെ ഏത് ഓർഡറിലാണ് സെമാൻറ്റിക് റൂൾസിന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. സോ എ ടോപ്പോളജിക്കൽ സോർട്ട് ഓഫ് എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ഈസ് എനി ഓർഡറിംഗ് m1, m2, etc. up to mk of the nodes of the graph such that edges go from nodes earlier in the ordering to the later nodes. അപ്പോൾ നോട്ട്സിൻ്റെ ഒരു ഓർഡറിങ്ങിനാണ് നമ്മൾ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. M1 മുതൽ MK വരെയുള്ള ഓർഡർ. അപ്പോൾ ഈ ഓർഡർ റെപ്രസെൻറ്റേഷൻ്റെ മീനിങ് എന്താണ്? എഡ്ജസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് M1ൽ നിന്ന് M2ലേക്ക്, അല്ലെ M2ൽ നിന്ന് M3യിലേക്ക്. അപ്പോൾ ഈ ഒരു ഓർഡറിങ്ങിൽ മുമ്പിലുള്ള ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ളവരിൽ നിന്ന് നെക്സ്റ്റിലേക്ക് ആ ഒരു ഫോമിലായിരിക്കണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് എഡ്ജസ് ഗ്രോ ഫ്രം ദ നോട്ട്സ് ഏർലിയർ ഇൻ ദ ഓർഡറിങ്. അപ്പോൾ ഓർഡറിങ്ങിൽ മുമ്പിലുള്ളവരുടെ അടുത്ത് നിന്ന് നെക്സ്റ്റ് പുറകെ വരുന്നവരിലേക്കായിരിക്കണം നമ്മുടെ എഡ്ജസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ നോട്ട്സിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫോമിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടോപ്പോളജിക്കൽ സോർട്ട് എന്ന് പറയാം. അപ്പോൾ ഈ MI to MJ ഈസ് എൻ എഡ്ജ് ഫ്രം MI to എഡ്ജ്. ഇപ്പോൾ ഈ എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? MI എന്ന് പറഞ്ഞ നോഡിൽ നിന്ന് MJ എന്ന് പറഞ്ഞ നോഡിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പോളജിക്കൽ സോർട്ടിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് MI വരണം, നെക്സ്റ്റ് MJ വരാൻ പാടുള്ളൂ. സോ ദെൻ MI appears before MJ in the ordering. അതാണ് ടോപ്പോളജിക്കൽ സോർട്ടിങ്ങിൻ്റെ മീനിങ്. അപ്പോൾ 4 എന്ന് പറഞ്ഞ നോഡിൽ നിന്ന് 5 എന്ന് പറഞ്ഞ നോഡിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ സോർട്ടിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 4, നെക്സ്റ്റ് ആയിരിക്കണം 5. അപ്പോൾ 4നെ ആയിരിക്കണം ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 5ൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. So any topological sort of a dependency graph gives a valid order in which the semantic rules associated with the nodes in a parse tree can be evaluated. നമ്മുടെ പാർസ് ട്രീയിൽ ഗ്രാമർ സിമ്പിൾസ് ഉണ്ട്, അതിൻ്റെ കൂടെ എല്ലാം നോട്ട്സും ഉണ്ട്, അതിൻ്റെ കൂടെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട് വാല്യൂസ് നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഏതൊക്കെ ആട്രിബ്യൂട്ട് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നുള്ള മനസ്സിലായി. ഇനി അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് പറഞ്ഞേക്കുന്നത് ടോപ്പോളജിക്കൽ സോർട്ടിങ്. അപ്പോൾ നോട്ട്സിൻ്റെ ഒരു ഓർഡറിങ് അല്ലെ റീഅറേഞ്ച്മെൻറ്റ് തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ഓർഡറിങ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എഡ്ജസ് ഇപ്പോൾ 4ൽ നിന്ന് 5ലേക്കാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം 4നെ പ്ലേസ് ചെയ്യുക, നെക്സ്റ്റ് 5നെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോമിൽ നമ്മൾ നോട്ട്സിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഓർഡറിലാണ് സെമാൻറ്റിക് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പാർസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക, നെക്സ്റ്റ് അതിൽ നിന്ന് ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. ഇനി അതിൽ നിന്ന് ടോപ്പോളജിക്കൽ സോർട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓർഡറിൽ സെമാൻറ്റിക് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യണം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ടോപ്പോളജിക്കൽ സോർട്ട് the dependent attributes C1, C2, etc. up to CK in a semantic rule P equal to F of C1 to CK are available at the node before F is evaluated. അപ്പോൾ ഈ F ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് C1, C2, etc. up to CK വരെയുള്ള വാല്യൂസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ആണെങ്കിൽ മാത്രമേ നമുക്ക് F ഉപയോഗിച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ബിയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ട്രാൻസ്ലേഷൻ സ്പെസിഫൈഡ് ബൈ STD ഈസ് as follows. പിന്നെ അത് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്ന ഗ്രാമർ ഏതാണോ അത് ഉപയോഗിച്ച് പാർസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ അതിൽ ഒരു ടോപ്പോളജിക്കൽ സോർട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഓർഡറിങ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ ആ ടോപ്പോളജിക്കൽ സോർട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഡറിൽ സെമാൻറ്റിക് റൂൾസിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോപ്പോളജിക്കൽ സോർട്ട് എന്ന് പറഞ്ഞാൽ ഇഫ് MI to MJ എഡ്ജ് ഉണ്ടെങ്കിൽ ആദ്യം MI നമ്മൾ ഓർഡറിൽ കീപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് MJ. അപ്പോൾ ഡിപ്പെൻഡൻസി ഗ്രാഫിലെ എഡ്ജസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് അങ്ങോട്ടേക്കാണ്? ഫ്രം എ ലോവർ നമ്പർ നോഡ് ടു എ ഹയർ നമ്പർ നോഡ്. നമ്മൾ നോഡ് ഡിപ്പെൻഡൻസി ഗ്രാഫ് ശ്രദ്ധിച്ചെങ്കിലും മനസ്സിലാവും. ഇവിടെ കണ്ടോ 4ൽ നിന്ന് 5ലേക്ക്, ചെറിയ നമ്പറിൽ നിന്ന്
വലുതിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അതുപോലെ ഇവിടെ 5ൽ നിന്ന് 6ലോട്ടും 5ൽ നിന്ന് 7ലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ചെറുതാണല്ലോ, അതിൽ നിന്ന് 2 വലിയ നമ്പേഴ്സിലേക്ക്. ഇനി 7ൽ നിന്ന് 9ലേക്കും 7ൽ നിന്ന് 8ലേക്കും, അവിടെയും ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ആ ഒരു ഫോമിലായിരിക്കും നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫിലെ എഡ്ജസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ഓഫ് ദ ഡിപ്പെൻഡൻസി ഗ്രാഫ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റൈറ്റിംഗ് ഡൗൺ ദ നോട്ട്സ് ഇൻ ദ ഓർഡർ ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ നോട്ട്സിന് നമ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ചെയ്ത് നോട്ട്സിന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ഓർഡറിൽ വാല്യുവേഷൻ നടത്തണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഡിപ്പെൻഡൻസി ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവാലുവേഷൻ ഓർഡറിനെ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കാം. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ A4 എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് അറ്റ് നോട്ട് 4. നാലാമത്തെ 4ന് നമ്പർ ചെയ്തിട്ടുള്ള നോഡ് ഏതാണോ അവിടെ നമ്മൾ അസോസിയേറ്റ് ചെയ്തേക്കുന്ന ആട്രിബ്യൂട്ടിനെയാണ് A4 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ A4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് നോട്ട് 4. അപ്പോൾ ഇവിടുത്തെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ടൈപ്പിൻ്റെ വാല്യൂ എന്താണ്? റിയൽ ആണ് വാല്യൂ. സോ A4 ഈക്വൽ ടു റിയൽ. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? A5 ഈക്വൽ ടു A4 എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട് അറ്റ് നോട്ട് 5 ഈക്വൽ ടു ആട്രിബ്യൂട്ട് അറ്റ് നോട്ട് 4. അപ്പോൾ 4ലുള്ള വാല്യൂ ആട്രിബ്യൂട്ടിൻ്റെ എന്താണോ അത് തന്നെയാണ് 5ലുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. അതാണ് A5 ഈക്വൽ ടു A4 എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിൻ്റെ വാല്യൂ റിയൽ എന്നുള്ളത് തന്നെയായിരിക്കും ഇവിടുത്തെ ഇനിൻ്റെ വാല്യൂ. അതാണ് അതിൻ്റെ മീനിങ്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ഈ എൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പ്രൊസീജിയർ കോൾ കൂടി യൂസ് ചെയ്യുന്നുണ്ടോ നമ്മൾ പറഞ്ഞു. ആ പ്രൊസീജിയർ കോളാണ് ഈ 6 എന്ന് പറഞ്ഞ നോഡ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡമ്മി ആട്രിബ്യൂട്ട്. അപ്പോൾ ആ പ്രൊസീജിയർ കോൾ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ID3യുടെ സിമ്പിൾ ടേബിൾ എൻട്രി അപ്ഡേഷൻ ആണ്. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. സോ ആഡ് ടൈപ്പ് ID3.entry. ഈ ID3.entryയുടെ ആ ID3യുടെ എൻട്രിയിൽ നമ്മൾ ടൈപ്പായിട്ട് എന്താണ് കൊടുക്കേണ്ടത്? ഈ 5 എന്ന് പറഞ്ഞ നോഡിൽ നമുക്ക് കിട്ടിയ വാല്യൂ ആട്രിബ്യൂട്ട് വാല്യൂ എന്താണോ അതായിരിക്കണം നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ ഇവിടെ ടൈപ്പിൽ കിട്ടി. ഈ ടൈപ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ ഈ ഇന്നിൽ റിയൽ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി ആ റിയൽ എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കണം ഈ ID3യുടെ സിമ്പിൾ ടേബിൾ എൻട്രിയിൽ അപ്ഡേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ A5 ഉപയോഗിച്ചിരിക്കുന്നത്. സോ A4ൽ ആദ്യം റിയൽ വന്നു ഈ പർട്ടിക്കുലർ നോഡിലെ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. ഇനി ആ വാല്യൂ നമ്മൾ A5ലേക്ക് എത്തി യൂസിങ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. A5 ഈക്വൽ ടു A4 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമുക്കത് റിയൽ കിട്ടി. ഈ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ ആഡ് ടൈപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ കോൾ വിളിച്ചു. അപ്പോൾ ID3യുടെ എൻട്രിയിലേക്ക് ഇവിടെ കിട്ടിയ റിയൽ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതാണ് ID3.entry, A5 എന്ന് പറഞ്ഞേക്കുന്നത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഈ 5ലുള്ള ആട്രിബ്യൂട്ട് വാല്യൂ തന്നെയാണ് നമുക്ക് 7ൽ വരേണ്ട ആട്രിബ്യൂട്ട് വാല്യൂ. സോ A7 ഈക്വൽ ടു A5. അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് സിമ്പിൾ ടേബിൾ എൻട്രിയുടെ അപ്ഡേഷൻ വരും. അതുകൊണ്ട് ആഡ് ടൈപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ കോൾ യൂസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ അകത്ത് എങ്ങോട്ടേക്കാണ് ഏതിൻ്റെ എൻട്രിയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ID2ൻ്റെ എൻട്രി. സോ ID2.entry. അവിടെ നമ്മൾ എന്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യണം? 7ൽ കിട്ടിയ ആട്രിബ്യൂട്ട് വാല്യൂ, അതാണ് A7 എന്ന് യൂസ് ചെയ്തേക്കുന്നത്. ഈ A7 എന്ന് പറയുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും? റിയൽ തന്നെയായിരിക്കും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 7ൽ കിട്ടിയ ആട്രിബ്യൂട്ട് വാല്യൂ നമ്മൾ 9ലേക്ക് കോപ്പി ചെയ്യുന്നു. സോ A9 ഈക്വൽ ടു A7. അതാണ് A9 ഈക്വൽ ടു A7. ഇനി ഇവിടെ നമുക്ക് സിമ്പിൾ ടേബിൾ എൻട്രി അപ്ഡേഷൻ ഉണ്ട്. 9ന്ന് ഒരു ലിങ്ക് എങ്ങോട്ടുണ്ട്? 10ലേക്കുണ്ട്. സോ ദാറ്റ് മീൻസ് അഗെയിൻ ID1.entryയുടെ ടൈപ്പായിട്ട് നമ്മൾ എന്താ അപ്ഡേറ്റ് ചെയ്യണം? ഈ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ, അതായത് ആ റിയൽ എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ആഡ് ടൈപ്പ്. എന്തിൻ്റെ എങ്ങോട്ടേക്കാണ് ടൈപ്പ് ആഡ് ചെയ്യേണ്ടത്? ID1.entry. അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇനി അവിടെ എന്ത് വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യണം? ഈ 9 എന്ന് പറഞ്ഞ ഓർഡറുള്ള ആട്രിബ്യൂട്ട് വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് A9 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ് അല്ലെ ഓർഡർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആട്രിബ്യൂട്ട് വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. So attributes can be evaluated by building a dependency graph and then finding a topological sort. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫെയിൽ ആകും. അത് മാത്രമല്ല നമുക്ക് ഡിപ്പെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ സോർട്ടിങ്ങിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ടൈം കൺസ്യൂമിങ് കൂടിയാണ്. ഇനി ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ആട്രിബ്യൂട്ടിൻ്റെ ഇവാലുവേഷന് നേരത്തെ ഒരു ഫിക്സഡ് ഓർഡർ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആദ്യമേ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻസി ഗ്രാഫിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സെമാൻറ്റിക് റൂൾസ് ഇവാലുവേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മെയിനായിട്ട് 3 അപ്രോച്ചുകളാണ്. അതിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് എ പാർട്സ് ട്രീ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? പാർട്സ് ട്രീ ബിൽഡ് ചെയ്യുക ഫോർ ഈച്ച് ഇൻപുട്ട് ആൻഡ് ബിൽഡ് എ ഡിപ്പെൻഡൻസി ഗ്രാഫ് ഫ്രം ദ പാർട്സ് ട്രീ. നെക്സ്റ്റ് obtain evaluation order from a topological sorting of the dependency graph. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്പുകൾ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പാർട്സ് ട്രീ ഫോം ചെയ്തു, പിന്നെ അതിൽ നിന്ന്
ഓരോ നോഡ് നമ്മൾ ആട്രിബ്യൂട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഡിപ്പെൻഡൻസി ഗ്രാഫ് ഫോം ചെയ്തു. ഏതൊക്കെ ആട്രിബ്യൂട്ട് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ അതിൽ ഡയറക്ടർ എഡ്ജസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നെക്സ്റ്റ് നമ്മൾ ടോപ്പോളജിക്കൽ സോർട്ടിങ് പെർഫോം ചെയ്യാം. അപ്പം MI to MJ എഡ്ജ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് MIനെ നമ്മൾ ഓർഡറിംഗിൽ കീപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് MJനെ കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോമിൽ ടോപ്പോളജിക്കൽ സോർട്ടിങ് വഴി നമുക്ക് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റിൻ്റെ ഓർഡർ കമ്പ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മളെ ഫസ്റ്റ് അപ്രോച്ച്, അല്ലെ പാർസ് ട്രീ മെത്തേഡ് എന്ന് പറയും. ഇനി സെക്കൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റൂൾ ബേസ്ഡ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട് ഇവാലുവേഷൻ്റെ ഓർഡർ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുക. എന്ന് വെച്ചാൽ നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കുക ഈ ഓർഡറിലാണ് ആട്രിബ്യൂട്ട് ഇവാലുവേഷൻ നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫിൻ്റെ കൺസ്ട്രക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ തേർഡ് ടൈപ്പ് ഓഫ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒബ്ലീവിയസ് മെത്തേഡ്സ്. ഇവിടെ നമ്മൾ ഇവാലുവേഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെമാൻറ്റിക് റൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പാഴ്സിംഗ് മെത്തേഡ്സ് ആയിരിക്കും ഏത് ഓർഡറിലാണ് ഇവാലുവേഷൻ നടത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഡിപ്പെൻഡൻസി ഗ്രാഫ്. താങ്ക് യു.